ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിംഗ് റേഷ്യോസിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, മുന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് റേഷ്യോ ആയ കറന്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതായത് ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോക്കി നോക്കൂ കേട്ടോ. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോൾവൻസി റേഷ്യോസ് ആണ്. സോൾവൻസി പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ ഫേം ടു ഓണർ ഇറ്റ്സ് ലോങ് ടേം ഒബ്ലിഗേഷൻസ്. ലോങ് ടേം ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ, ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ വാങ്ങുമ്പോൾ അതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ട് നമ്മുടെ കമ്പനിക്ക് എന്ന് കണ്ടുപിടിക്കുന്നതാണ് സോൾവൻസി റേഷ്യോസ്. 5 തരം സോൾവൻസി റേഷ്യോസ് ആണുള്ളത്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ, ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഓക്കെ, ഫസ്റ്റ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു കടം. അതും ഈ ഡെറ്റിൽ എന്തൊക്കെ കൂടും? ലോങ് ടേം ഡെറ്റ്, അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്, പിന്നെ ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് ഡെറ്റിൽ വരിക. പിന്നെ ഇക്വിറ്റിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറൻസ്, ഇതൊക്കെയാണ് അതിൽ വരിക. ഇത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ കടം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കടം കൊടുത്ത ആൾക്ക്, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബാങ്ക്, പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അവർക്കൊക്കെ നമ്മൾ ഇത് തിരിച്ചടയ്ക്കുമോ എന്നുള്ളൊരു ഉറപ്പ് വേണ്ടേ? അതിനാണ് നമ്മൾ ഈ റേഷ്യോ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എ റേഷ്യോ ഓഫ് 1:1 ഓർ ഈവൻ എ ഹയർ 1, ദാറ്റ് ഈസ് 2:1 ഇസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി. അതായത് നമ്മുടെ ഇക്വിറ്റിനെക്കാട്ടും 2 മടങ്ങ് കൂടാൻ പാടില്ല നമ്മുടെ കടം. ഓക്കെ, ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഫണ്ടാണ്, അതായത് ഷെയർ ഹോൾഡർ കൊണ്ടുവന്ന ഫണ്ട്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ, ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണ്? ഈസ് ഈക്വൽ ടു ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെറ്റ് എന്താണെന്ന് പറഞ്ഞു? ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ്. ലയബിലിറ്റീസിലാണ് ഇത് വരിക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ലയബിലിറ്റീസ് എന്ന് കണ്ടാൽ എല്ലാം എടുത്ത് എഴുതരുത്, ലോങ് ടേം ഡെറ്റ് മാത്രം എടുത്ത് എഴുതുക. അതായത് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് കറക്റ്റ് പഠിച്ചവർക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അടുത്ത റേഷ്യോ ആണ് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ. റേഷ്യോ ബിറ്റ്വീൻ ലോങ് ടേം ഡെറ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ഡെറ്റ്, അതിന്റെ കൂടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. പിന്നെ അല്ലെങ്കിൽ ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് എന്ന് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അതൊക്കെ വെച്ചിട്ടാണ് ഇക്വേഷൻ രൂപീകരിക്കേണ്ടത്. ഓക്കെ, എത്രത്തോളം നെറ്റ് അസറ്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് ഡെറ്റിനെക്കാട്ടിലും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇത് എക്സാമിന് ചിലപ്പോഴൊക്കെ ചോദിക്കാറുള്ളൂ, എന്നാലും എളുപ്പമാണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് പഠിച്ചാൽ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് റേഷ്യോസ് എന്ന ചാപ്റ്റർ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ചാപ്റ്ററായ ഷെയറിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, അത് ഷെയറിൻ്റെ എൻട്രീസ് ചെയ്താൽ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഷെയറിൻ്റെ എൻട്രിയും പിന്നെ റേഷ്യോ കാൽക്കുലേഷൻ ആണ് ഉണ്ടാവുക. 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും ഷെയറിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്തിരുന്നത്. റേഷ്യോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ ഞാൻ ഹയർ സ്റ്റഡീസിന് പോയപ്പോൾ അവിടെയും ഈ റേഷ്യോ പഠിക്കാനുണ്ട്. ഇതേ സെയിം റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ +2 ഞാനത് നേരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ഒന്നുകൂടി റിവൈസ് കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചാണ് അക്കൗണ്ടിങ് റേഷ്യോസ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇനി ഏത് ചാപ്റ്റർ ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത റേഷ്യോ നോക്കാം. അടുത്തത് ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, അത് 2 തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ അസറ്റ്സ് ടു ഡെറ്റ് റേഷ്യോ വെരി ഈസിയാണ്. ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെറ്റ്. ഇക്വേഷൻ അതായത് ഏത് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ അസറ്റ്സ് അല്ലേ, അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും, അതൊക്കെ ടോട്ടൽ ആക്കുക, പിന്നെ ഡെറ്റ് ടോട്ടൽ ആക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് നമ്മുടെ കടങ്ങൾ തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ 1 വേർഡ് ആയിട്ട് ചോദിക്കാം. പ്രൊപ്രൈറ്ററി റേഷ്യോ 2 മാർക്കിനൊക്കെ എഴുതാൻ വരാം. കണ്ടുപിടിക്കാൻ അല്ലെങ്കിലും തിയറി ആയിട്ട് ചോദിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ആണ്. അതായത് മൊത്തം ഓഹരിയിൽ എത്രത്തോളം ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ അസറ്റ്സിൽ, അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിൽ എത്രത്തോളമാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. പിന്നെ ടോട്ടൽ അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ്സും കറന്റ് അസറ്റ്സും വരും.
ഫിക്റ്റീഷ്യസ് അസറ്റ്സ് വരില്ല. അതായത് പ്രിലിമിനറി എക്സ്പെൻസസ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ് അങ്ങനത്തെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് വരില്ല. ഓക്കെ, ഫിക്സ്ഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും മാത്രമാണ് ടോട്ടൽ അസറ്റ്സിൽ വരുള്ളൂ. അതായത് നോൺ കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് അങ്ങനെയാണ് തോന്നുന്നു ബാലൻസ് ഷീറ്റിൽ അല്ലേ. ഈ റേഷ്യോ ശതമാനത്തിലാണ്. അപ്പോൾ ഏകദേശം ഒരു 67% മുതൽ 75% വരെ ഉണ്ടായിരിക്കണം എന്നാണ്. അതാണ് ഒരു ഐഡിയൽ, അതായത് സാറ്റിസ്ഫാക്ടറി ആയിരിക്കുന്ന പെർസെൻറ്റേജ് 67 to 75% ആണ്. ഈ റേഷ്യോ എത്രത്തോളം ഹൈ ആവുന്നു അത്രത്തോളം ക്രെഡിറ്റേഴ്സിന് നമ്മളുടെ വിശ്വാസം കൂടും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ആണ്. ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ക്രെഡിറ്റേഴ്സ് അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. അതായത് എത്രത്തോളം നമുക്ക് പേ ചെയ്യാൻ പറ്റും അവർക്ക്, അതൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ റേഷ്യോസ് മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ, അതായത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാക്കുന്നത് എന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ഫിക്സഡ് ആയിട്ട് അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ആണ് അല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോൺ എടുത്താൽ ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നടക്കുന്നത് ആ ലെൻഡറിന് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് അടച്ചു പോകണം. അത് അടച്ചു പോകാൻ പറ്റുമോ ഇയാൾക്ക് എന്ന് നോക്കുന്നതാണ് ഈ റേഷ്യോസ്. ഓക്കെ, അപ്പോൾ സോൾവൻസി റേഷ്യോസ് ഇതോടെ തീരാണ്. 5 റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇനി ആക്ടിവിറ്റി റേഷ്യോസ്, പിന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അതുകൂടി കഴിഞ്ഞ് ഏറ്റവും അവസാനം വീഡിയോൻ്റെ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അധികമൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരിക. പിന്നെ ഷുവറായിട്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആകും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറ്റുമെങ്കിൽ അത് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അവസാനം ഉണ്ടാവും കേട്ടോ.